Welcome to Tasty Buds. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കീമ ഉപ്പുമാവാണ്. കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊത്തി അരിഞ്ഞ ചെറിയ ഇറച്ചിയാണ്. ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി അവിടെ കീമ കിട്ടുന്നില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ച് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കീമ പോലെ ആവും. പിന്നെ ഞാൻ ആദ്യം ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് പട്ടയാണ് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ ഏലക്കായ, പിന്നെ ബേ ലീവ്സ് ആണ് കറുകപ്പട്ടയുടെ ഇല. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. സവാള ഒന്ന് നുറുക്കി അരിഞ്ഞാൽ മതി. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം. അത് ഇങ്ങനെ തന്നെ വല്ലാതെ നുറുക്കണമെന്നില്ല. നീളത്തിൽ അരിയണം, നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ, ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും, അതായത് നമ്മുടെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഞാൻ കല്ലി വെച്ച് ചതച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ഇട്ടത്. അങ്ങനെ ടേസ്റ്റ് ഒന്ന് നല്ല മുന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയതാണ്, കുറച്ച് എരിവുള്ളതാണ്. കാരണം നമ്മൾ വേറെ അധികം മസാലയൊന്നും ചേർക്കാത്ത കാരണം കുറച്ച് എരിവുള്ള പച്ചമുളക് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ള 2 മീഡിയം തക്കാളി അരിഞ്ഞതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സായി വരട്ടെ. അതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ മസാല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നന്നായി മസാല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കീമ ഇട്ട് കൊടുക്കാം. അതിൽ കിടന്നൊന്ന് വെന്ത് വരണം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നുറുക്കിയ ഇറച്ചിയാണ്. അതുകൊണ്ട് ഇതിൽ കിടന്നൊന്ന് നന്നായി വെന്ത് വരട്ടെ. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പിപ്പോൾ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. കാരണം അത് വെന്ത് വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് നന്നായി വേവിക്കണം. ഇത് മൂടി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ കീമയിലത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ ഇത് ഒരു ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുള്ളൂ. ഞാൻ വേവ് നോക്കട്ടെ. അതൊന്നുകൂടി വേവാനുണ്ട്. ഈ സമയത്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫുള്ള് വേവിക്കരുത് ചിക്കൻ. ഈ സമയത്ത് നമ്മൾ എത്ര കപ്പാണോ റവ എടുത്തത് അത്ര അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ കപ്പിന് 3 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് വറുത്ത റവയാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് വറുക്കാത്ത റവയാണെങ്കിൽ അത് വറുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് ചൂടുള്ള വെള്ളമാണ്, തണുത്ത വെള്ളമല്ല ഒഴിച്ചിട്ടുള്ളത്. ഇനി അത് അതിലിരുന്നിട്ട് ഒന്ന് തിളച്ച് വരാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവയിലേക്കും കൂടിയുള്ള ഉപ്പ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഒന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മൂടി വെക്കാം. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളം തിളച്ചൊക്കെ ഒന്ന് നോക്കാം. മൂടി എടുത്തിട്ട് വരുന്നില്ല. ഓക്കെ, വെള്ളം നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം എപ്പോഴും. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് റവ കുറേശ്ശായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വറുത്ത റവയാണ്. കട്ട കിട്ടാതെ നമ്മളിങ്ങനെ കുറേശ്ശിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫുള്ള് റവ ഇട്ട് കൊടുത്തു. ഇനി ഞാനിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഇതേ പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 2 കുമ്പിൾ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് നേരിയ തീയിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതൊന്ന് അങ്ങനെ ഇരുന്നിട്ട് വേവട്ടെ. ഇനി നമുക്ക് നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നേരിയ തീയിൽ ഇരുന്നിട്ട് അത് വെന്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ സ്പാറ്റിലൊന്ന് മാറ്റുന്നുണ്ട്, കാരണം ഇളക്കി യോജിപ്പിക്കാൻ ഇതാണ് നല്ലത്. കണ്ടോ, നമ്മുടെ ഉപ്പുമാവ്, കീമ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചിക്കൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത കാരണം അതിൻ്റേതായൊക്കെ സ്മെല്ലും വരുന്നുണ്ട്. നല്ല കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയതാണത്. ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില തൂവി കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില തൂവി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില തൂവി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില എടുക്കട്ടെ. അപ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക്
കൊടുത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിൻ്റെ മണം ഒന്ന് പിടിച്ചോട്ടെ. അതിന് ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കീമ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ കുട്ടികൾക്കൊക്കെ ചിക്കൻ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.